നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ കല്ലറ ഉടൻ പൊളിച്ച് പരിശോധിക്കും. പൊളിക്കൽ നടപടികൾ 8 മണിയോടെ തുടങ്ങും. സബ് കളക്ടർ സ്ഥലത്തെത്തി. ഫോറൻസിക് സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് വൻ പോലീസ് സന്നാഹമാണുള്ളത്. ഇതിനിടെ മകൻ രാജസേനൻ കല്ലറയ്ക്കരികിലെത്തി വിളക്ക് കൊളുത്തി പൂജ ചെയ്യുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ബിനിൽ ലീല സാബു ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ബിനിൽ, നടപടികൾ എപ്രകാരമാണ് പുരോഗമിക്കുന്നത്? അതിന് ഇനി അധിക സമയം വേണ്ടി വരില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഉദ്യോഗസ്ഥരെല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വന്നു. നെയ്യാറ്റിൻകര DVSP വന്നു. ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള CI പ്രവീൺ ഇവിടേക്ക് വന്നു. നെയ്യാറ്റിൻകര CI ആണ്, അദ്ദേഹം ഇവിടേക്ക് വന്നു. പിന്നെ ഇപ്പോൾ എത്തിയിട്ടുള്ളത് RDOയുടെ ചുമതലയുള്ള സബ് കളക്ടർ OV ആൽഫ്രഡ് ആണ്. കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹം ഇവിടെ വന്ന് ഏകോപിപ്പിച്ച ആളാണ്. അദ്ദേഹം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇനി അധിക സമയം വൈകില്ല. ഉടൻ തന്നെ പൊളിക്കുന്ന നടപടികളിലേക്ക് പോകും. ആ പൊളിക്കുന്നതിനുള്ള തൊഴിലാളികളും നേരത്തെ അതിനുള്ള ഉപകരണങ്ങളുമായി ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവർ ആ കല്ലറയ്ക്ക് സമീപത്ത് ഉണ്ട്. ഇനി അല്പസമയത്തുള്ളിൽ തന്നെ കല്ലറ പൊളിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും 8 മണി എന്നൊരു സമയമാണ് പോലീസ് ആദ്യം പറഞ്ഞതെങ്കിലും ആ സമയത്തിലേക്ക് പോകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉടൻ തന്നെ ഈ കല്ലറ പൊളിച്ച് പരിശോധിക്കും. ആ മൃതദേഹം തൊട്ടടുത്ത് തന്നെ സജ്ജീകരിച്ച ടേബിളിലേക്കാണ് മാറ്റുക. അവിടെ ആ ടേബിളിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ, അതായത് ഇനി അറിയേണ്ടത് ഈ ഗോപൻ സ്വാമി മരിച്ചത് എങ്ങനെയാണ്, എപ്പോൾ മരിച്ചു എങ്ങനെ മരിച്ചു തുടങ്ങിയവരാണ് അറിയേണ്ടത്. അതറിയണമെങ്കിൽ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമുള്ള ആന്തരികാവയവങ്ങളുടെ സാമ്പിൾ എടുത്ത ശേഷം മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. കഴിഞ്ഞ ദിവസം കുടുംബം അത് അംഗീകരിക്കില്ല എന്ന് അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ വീട്ടിലുള്ളത് മകൻ മാത്രമാണ്. ഇളയ മകൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. മറ്റുള്ള ആളുകൾ, ഭാര്യയും അടക്കമുള്ള ആളുകൾ ഉള്ളത് നിലവിൽ ആശുപത്രിയിലാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് വലിയ പ്രതിഷേധങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോകില്ല. അങ്ങനെ ആ പ്രതിഷേധത്തിലേക്ക് പോയാൽ പോലും കൃത്യമായി തന്നെ ആ പ്രതിഷേധങ്ങൾ അത് തടയുന്നതിനുള്ള അല്ലെങ്കിൽ അതിനെ ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. ഏകദേശം 150ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. പല സ്ഥലങ്ങളിലായി വീടിന്റെ പരിസരത്തുമായി നിയോഗിച്ചിട്ടുള്ളത്. അതിനുള്ള കാരണങ്ങൾ, ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് പോലീസ് നേരത്തെ കണക്ക് കൂട്ടിയിരുന്നു. അതിന്റെ ഭാഗമായാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇവിടെ നിയോഗിച്ചതും. കഴിഞ്ഞ ദിവസം RDOയുടെ ചുമതലയുള്ള ഈ സബ് കളക്ടർ അടക്കം ഇവിടേക്ക് വന്ന് കളക്ടറുടെ ഉത്തരവോടെ ഈ കല്ലറ പൊളിച്ച് പരിശോധിക്കാൻ ഇവിടേക്ക് എത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ്. വലിയ പ്രതിഷേധമുണ്ടായി. പ്രത്യേകിച്ച് കുടുംബം ഈ കല്ലറയ്ക്ക് അവർ പറയുന്ന പ്രകാരം സമാധി മണ്ഡപത്തിന്റെ സമീപത്ത് അവിടെ താഴെ ഇരിക്കുകയും കുത്തിയിരുന്ന ഈ നാമങ്ങളൊക്കെ ജപിച്ച് വലിയ പ്രതിഷേധം നടത്തുകയും ചെയ്തതാണ്. മാത്രമല്ല അവർക്ക് അനുകൂലിച്ച്, ഈ കുടുംബത്തെ അനുകൂലിച്ച് ചില സംഘടനകൾ, ചില ആളുകൾ ഇവിടേക്ക് വരികയും ചെയ്തു. അവരും വലിയ പ്രതിഷേധമുണ്ടായി. ഇവരെ എതിർക്കുന്ന ഈ ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ പരാതി അടക്കം നൽകിയ ആളുകളുണ്ട്. അതായത് ഈ അയൽവാസികളുണ്ട്. അവരും ഇവിടേക്ക് വന്നു. ആ നാട്ടുകാരും ഇവരെ അനുകൂലിക്കുന്ന ആളുകൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ചെറിയ വാക്കേറ്റവും സംഘർഷത്തിലേക്കുമൊക്കെ അന്ന് കാര്യങ്ങൾ പോയതാണ്. അത്തരം ഒരു കാര്യം ഇന്ന് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അത്തരം ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ആ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് നിയോഗിക്കുകയും എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അത് നേരിടുന്നതിനുള്ള പോലീസ് സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ എന്തായാലും അത്തരം ഒരു അനിഷ്ട സംഭവത്തിലുള്ള സാധ്യത നിലവിൽ ഇപ്പോൾ ഇവിടെയില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഇവിടേക്ക് വരുന്ന വഴി അതൊരു പ്രധാന റോഡിൽ നിന്നും കനാലിന് സമീപത്തോടുകൂടി ചെറിയ വഴിയാണ്. ആ പ്രധാന റോഡിൽ പോലീസ് നിൽക്കുന്നുണ്ട്. ഇവിടേക്ക് വീടുകളുള്ള ആളുകളെ മാത്രമാണ് ഇവിടേക്ക് കടത്തിവിടുന്നത്. മറ്റ് നാട്ടുകാരെയോ പ്രദേശവാസികളെയോ ഒന്നും ഇവിടേക്ക് കടത്തിവിടുന്നില്ല. അവരെയൊക്കെ തടയുന്നുണ്ട്. കാരണം അവരെ ഇവിടേക്ക് കടത്തിവിട്ടാൽ പിന്നീട് അതൊരു പ്രശ്നത്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യം പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരെയും കടത്തിവിടാതെ കൃത്യമായി തന്നെ ആ സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഇവിടെ ഏകോപിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് ആ നടപടി ആരംഭിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പോലീസ് സർജൻ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഉടൻ തന്നെ ഇവിടേക്ക് എത്തുകയും ഈ പരിശോധനയ്ക്കായുള്ള നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യും. നിലവിൽ കഴിഞ്ഞ ഒരാഴ്ചയായി, ഈ കൃത്യം പറഞ്ഞാൽ 8 ദിവസമായി ആളുകൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അടക്കം വലിയ ചർച്ച നടക്കുകയാണ്. കാരണം ഒരു കേട്ടുകേൾവിയില്ലാത്ത അല്ലെങ്കിൽ അധികം കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഒരാൾ മരിക്കുന്നു, അദ്ദേഹം സമാധിയായെന്ന് പറഞ്ഞ് ആരും അറിയാതെ സംസ്കരിക്കുന്നു. പിന്നീട് അതിന്റെ പോസ്റ്റർ ഒട്ടിക്കുന്നു. ആ പോസ്റ്റർ കാണുന്ന നാട്ടുകാർ ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, കാരണം ഇദ്ദേഹം മരിച്ചത് അറിഞ്ഞില്ലല്ലോ തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ച് പോലീസിൽ അറിയിക്കുന്നു. പോലീസ് വരുന്നു, പരിശോധിക്കുന്നു. അപ്പോഴും കുടുംബം പറയുന്നത്
പ്രത്യേകിച്ച് രണ്ട് മക്കളും ഈ ഗോവിൻ സ്വാമിയുടെ ഭാര്യയും മരുമകളും അടക്കമുള്ള ആളുകൾ പറയുന്നത് വിചിത്രമായ പല കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. കാരണം ഇവരുടെ പിതാവ് സമാധിയായതാണ്. കാരണം അദ്ദേഹത്തിന് സമാധിയാകാൻ സമയമാണ്. വർഷങ്ങളായി അദ്ദേഹം ഒരു ആത്മീയമായി മുന്നോട്ട് പോകുന്ന ആളാണ്. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ സമാധിയാകും. അതുകൊണ്ട് 5 വർഷം മുമ്പ് തന്നെ ഇവിടെ സമാധിയാകുമ്പോൾ ഇരിക്കുന്നതിനുള്ള, അദ്ദേഹത്തെ സംസ്കരിക്കുന്നതിനുള്ള അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ, അവരുടെ വാക്കിൽ പറഞ്ഞാൽ ഈ സമാധി മണ്ഡപം ഒരുക്കിയിട്ട് 5 വർഷമായി. അവിടെ അദ്ദേഹം പോയി തനിക്ക് സമാധിയാകാൻ സമയമായി എന്ന് പറഞ്ഞ് അവിടെ പോയിരിക്കുകയും സ്വയം പ്രാണനെ വെടിയുകയും ചെയ്തു എന്നാണ്, പത്മാസനത്തിലിരുന്ന് സ്വയം പ്രാണനെ വെടിയുകയും ചെയ്തു എന്നാണ് മകൻ പറഞ്ഞത്. പക്ഷേ അപ്പോഴും നാട്ടുകാർ പറയുന്ന ഒരു കാര്യം, അദ്ദേഹം പ്രമേഹം ഉള്ള ആളാണ്, അദ്ദേഹം BP ബ്ലഡ് പ്രഷർ ഉള്ള ആളാണ്. അങ്ങനെ ഉള്ള ആൾ എങ്ങനെയാണ് സ്വയം നടന്നുപോയി? പ്രത്യേകിച്ച് അതിന് മരുന്ന് കഴിക്കുന്ന ആളാണ്, ഇൻസുലിൻ എടുക്കുന്ന ആളാണ്. മകൻ തന്നെ മകന്റെ പ്രതികരണത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇൻസുലിൻ എടുത്ത ശേഷമാണ് പിതാവ് അവിടേക്ക് പോയിരുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ അയൽവാസികൾ പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഗോവിൻ സ്വാമി അങ്ങനെ പുറത്തേക്ക് കാണാറില്ല, കാരണം അദ്ദേഹം കിടപ്പിലാണ് എന്ന ചില പ്രതികരണങ്ങളൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് സ്വയം അവിടേക്ക് പോയിരുന്ന് ഇത്തരത്തിൽ സമാധിയാവുക എന്ന സംശയമാണ് ആളുകൾ, പ്രദേശവാസികൾ ഉന്നയിക്കുകയും ചെയ്തത്. എന്തായാലും അത്തരം സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് പിന്നീട് കാര്യമായി ഇതിൽ ഇടപെടുകയും ജില്ലാ ഭരണകൂടം ഇടപെടുകയും ഈ കല്ലറ പൊളിച്ച്, സമാധി സ്ഥലം പൊളിച്ച് പരിശോധിച്ച് ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, ഇദ്ദേഹം എങ്ങനെയാണ് മരിച്ചത്, എപ്പോഴാണ് മരിച്ചത്, മരണ കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അറിയണം. അസ്വാഭാവിക മരണമാണ് തുടക്കം മുതൽ പോലീസ് പറയുന്നുണ്ട്. പക്ഷേ കുടുംബം അപ്പോൾ പോലും അംഗീകരിച്ചില്ല. പിന്നീട് പലവിധ ചർച്ചകൾ പല കോണുകളിലായി നടന്നു. അതായത് പോലീസ് സ്റ്റേഷനിലേക്കായി കുടുംബത്തെ വിളിപ്പിക്കുകയും കാര്യങ്ങൾ പറഞ്ഞ് നിയമപരമായി ഈ കല്ലറ പൊളിച്ച് പരിശോധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതാണ്. പക്ഷേ ആ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴൊക്കെ ഇവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ഈ വിചിത്രമായ കാര്യമാണ്, പിതാവ് സമാധിയായതാണ്, അത് പൊളിക്കാൻ അനുവദിക്കില്ല. പിന്നീട് പറഞ്ഞൊരു കാര്യം, ഇത് പൊളിക്കാതെ പരിശോധിക്കാമല്ലോ, സ്കാൻ ചെയ്ത് പിതാവ് അതിനകത്തുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ നടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട്, അത്ര വിചിത്രമായ കാര്യങ്ങൾ പോലും പോലീസിനോട് ഇവർ പറയുകയും ചെയ്തു. പക്ഷേ പിന്നീട് പോലീസും ജില്ലാ ഭരണകൂടവും ആ ചർച്ചയ്ക്ക് ശേഷവും ഒരു സമയം കൊടുത്തു, ഉടനെ പൊളിക്കില്ല എന്ന നിലപാട് എടുത്തു. അത് ഈ കുടുംബം കോടതിയിൽ പോകുന്നതിന് വേണ്ടിയാണ്. കാരണം വിശ്വാസപരമായ കാര്യങ്ങൾ പറഞ്ഞ് ഹൈക്കോടതിയിൽ ഇവർ ഹർജി നൽകി, പ്രത്യേകിച്ച് ഭാര്യ ഹർജി നൽകി, ഈ കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല, ഇത് സമാധിയായതാണ് എന്ന വാദമാണ് ഇവർ ഉന്നയിച്ചത്. പക്ഷേ അപ്പോൾ കോടതി ചോദിച്ച ഒരു കാര്യം, അത് പോലീസിന് നേരത്തെ അറിയാമായിരുന്നു. കൃത്യമായി തന്നെ പോലീസ് ഈ സമയമെടുത്തത് തന്നെ കുടുംബം കോടതിയിൽ പോകാൻ വേണ്ടിയാണ്. കുടുംബം കോടതിയിൽ പോയപ്പോൾ കോടതി ചോദിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്നുള്ള ചോദ്യമാണ്. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരണ സർട്ടിഫിക്കറ്റ് വേണം, എങ്കിൽ മാത്രമേ തുടങ്ങിയ കാര്യങ്ങൾ, അങ്ങനെ ഇല്ലാത്ത പക്ഷം അസ്വാഭാവിക മരണമാണ്. അത് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമാണ്. അങ്ങനെയെങ്കിൽ പോലീസിന് നടപടിയുമായി മുന്നോട്ട് പോകാമെന്ന വാദം കൃത്യമായി തന്നെ കോടതി അത്ര നിലപാടെടുക്കുകയും ചെയ്തു. അത് പോലീസിന് വലിയ പിന്തുണയായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു വർഗീയ സ്വഭാവത്തിലേക്കൊക്കെ ഈ കാര്യങ്ങളെ കൊണ്ടുപോകുകയും ചെയ്തു. അത്തരം പ്രചാരണങ്ങൾ ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാവുകയും ചെയ്തതാണ്. ആ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനും പോലീസിന് ഈ കോടതിയുടെ അനുകൂല നിലപാട് ഗുണകരമായി. അങ്ങനെ ആ അനുകൂല നിലപാടോടുകൂടിയാണ് പോലീസ് ഇന്ന് തന്നെ പൊളിക്കാം എന്ന നിലപാട് ഇന്നലെ വൈകിട്ടോടുകൂടി എടുക്കുന്നത്. പുലർച്ചെ തന്നെ ഇത് ചെയ്യണം, കാരണം അധികം ആളുകൾ ഇവിടേക്ക് വരുന്നതിന് മുമ്പേ തന്നെ ഇത് നടപടികൾ പൂർത്തിയാക്കണമെന്ന് പോലീസിന് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞ ദിവസത്തെ അത്തരം അനിഷ്ട സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൂടാ. കാരണം നേരത്തെ പറയുന്നതുപോലെ ചില വർഗീയ സ്വഭാവമൊക്കെ ഇത് നൽകാനുള്ള ശ്രമം ഇവിടെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ ഒഴിവാക്കി കൃത്യമായി തന്നെ പോലീസിന്റെ നടപടി കൃത്യമായി മുന്നോട്ട് പോകണം. അതിനാണ് പുലർച്ചെയുള്ള സമയം തീരുമാനിച്ചതും. എന്തായാലും നിലവിൽ ഇവിടേക്ക് ഈ സംഭവ സ്ഥലത്തേക്ക് നെയ്യാറ്റിൻകര ഈ സ്ഥലത്തേക്ക് പോലീസും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം RDOയുടെ ചുമതലയുള്ള സബ് കളക്ടർ വന്നു, ഫോറൻസിക് ഉദ്യോഗസ്ഥർ വന്ന് കല്ലറ പൊളിക്കാനുള്ള തൊഴിലാളികൾ വരെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ നടപടികൾ തുടങ്ങും. അതിനുശേഷം നേരത്തെ ഞാൻ കൃത്യമായി പറഞ്ഞതാണ്, ഈ സമാധിയായി എന്നവർ പറയുന്ന ഈ കല്ലറയുടെ തൊട്ടരികിൽ തന്നെയായി ഒരു ഷെഡ് പോലെ ക്രമീകരിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ നമുക്കറിയാം പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് നേരത്തെ കൊല്ലം കുണ്ടറയിലടക്കമുള്ള സ്ഥലങ്ങളിൽ മകളുടെ പരാതിയെ തുടർന്ന് അമ്മയെ കൊലപ്പെടുത്തിയതാണെന്നൊരു പരാതി നേരത്തെ വരികയും കുണ്ട്ര ഒരു പള്ളിയിലെ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ ഒരു കല്ലറ പൊളിക്കുകയും ചെയ്തതാണ്. ആ കല്ലറ പൊളിക്കുന്ന സമയത്ത് അന്ന് പോലീസ് സർജൻ അവിടേക്ക് എത്തി, അവിടെ വെച്ച് തന്നെ ആ സ്ഥലത്ത് വെച്ച് തന്നെ ആന്തരികാവയവങ്ങൾ സാമ്പിളുകൾ ശേഖരിക്കുകയാണ് ചെയ്തത്. സാധാരണഗതിയിലുള്ള നടപടി അങ്ങനെയാണ്. ഇവിടെ നമ്മൾ CIയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് സർജൻ എത്തിയ ശേഷം തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്തായാലും ഇവിടെ വെച്ച് തന്നെ ഈ ആന്തരികാവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കാൻ തന്നെയുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയുള്ള അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ആ തീരുമാനം മാറുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും സർജൻ എത്തിയ ശേഷം അത്തരം കാര്യങ്ങൾ വ്യക്തത ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. ഈ കല്ലറ പൊളിക്കുന്ന നടപടി അല്പസമയത്തുള്ളിൽ തന്നെ ആരംഭിക്കും. ആതിര, അത് തന്നെയാണ്, വലിയൊരു ദുരൂഹതയാണ് ഇപ്പോൾ നീക്കപ്പെടാനുള്ള ശ്രമങ്ങളാണ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ വിവാദ
കല്ലറ അത് പൊളിക്കാനുള്ള നടപടികളാണ് പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. ഫോറൻസിക് സംഘം ഉൾപ്പെടെ വിദഗ്ധർ സ്ഥലത്തുണ്ട് എന്നുള്ളതാണ്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘവും അവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് കരുതുന്നത്. ഈ കല്ലറ സമാധി ഇരുത്തി എന്ന് പറയുന്നത് ഈ കല്ലറ അത് മറച്ചുള്ള നടപടികളാണ് ഈ ഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത പോലീസ് മുൻകൂട്ടി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ സബ് കളക്ടറും സ്ഥലത്തെത്തിയിട്ടുണ്ട്. നേരത്തെ ബെനിൽ സൂചിപ്പിച്ചതുപോലെ ഒരു മരണമോ അല്ലെങ്കിൽ ഒരു ജനനമോ ഉണ്ടായാൽ അത് ഇത്തരത്തിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്, അതിനത് സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. ആ ഘട്ടത്തിൽ അത് കുടുംബത്തിൻ്റെയും ഒപ്പം സ്റ്റേറ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു സ്ഥിരീകരണം ഇവിടെ ഇല്ലാത്തതാണ് ഈ വിഷയം ഇത്രയും ദുരൂഹതയുള്ളതും ഈ വിഷയത്തിന് ഇത്രയും പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്യുന്നത്. നാട്ടുകാരടക്കം ഇത്രയും പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന ആ വിഷയത്തിലാണ്. ഇന്നും നാട്ടുകാരുടെ ഒരു പ്രതിഷേധം അങ്ങനെയുള്ളൊരു സാഹചര്യം മുൻകൂട്ടി കാണുന്നുണ്ടോ? എത്തരത്തിലുള്ള സംവിധാനങ്ങൾ, ക്രമീകരണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ ഉള്ളത്? ബിനിൽ, നിലവിൽ എന്തായാലും അത്തരം പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത പോലീസ് കാണുന്നില്ല. പക്ഷേ അതുണ്ടായാൽ, ഏതെങ്കിലും തരത്തിൽ അത് ഉണ്ടായാൽ നേരിടാനുള്ള അല്ലെങ്കിൽ അതിനെ എതിർക്കാനുള്ള പോലീസ് സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് അങ്ങനെ ഉണ്ടാകില്ല, പ്രതിഷേധം ഉണ്ടാകില്ല എന്ന് പറയാൻ രണ്ട് കാരണമാണ് പോലീസ് പറയുന്നത്. ഒന്ന്, കോടതിയുടെ അനുകൂല നിലപാടാണ്. പോലീസിന് നടപടിയുമായി മുന്നോട്ട് പോകാമെന്ന കോടതി ഉത്തരവുണ്ട്, കോടതിയുടെ അനുകൂല നിലപാടുണ്ട്. അതുകൊണ്ട് പ്രതിഷേധവുമായി കുടുംബത്തിനപ്പുറത്തേക്ക് മറ്റ് സംഘടനകളോ, നേരത്തെ കഴിഞ്ഞ ദിവസമൊക്കെ ചില സംഘടനകൾ വന്നു, ചില ആളുകൾ വന്നു, പ്രദേശവാസികളായി ഇവരെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇന്ന് അത്തരം ആളുകൾ ഇവിടേക്ക് വരാനുള്ള സാധ്യത പോലീസ് കാണുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കോടതിയുടെ അനുകൂല നിലപാട് തന്നെയാണ്. മറ്റൊന്ന്, അങ്ങനെ എത്തിയാൽ നേരിടാനുള്ള സംവിധാനം പോലീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ പല സ്ഥലങ്ങളിലായി നിയോഗിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇവിടേക്ക് വരുന്ന പ്രധാന വഴിയിൽ നിന്നും ഒരു ഇടവഴിയിലൂടെയാണ് ഇവിടേക്ക് കയറി വരിക. ഒരു കനാലിന് സമീപത്തുള്ള വഴിയാണ്. കാവുവിളാകത്തേക്കുള്ള ഈ ക്ഷേത്രത്തിനടുത്തേക്കുള്ള വഴി എന്ന് പറയുന്നത് ചെറിയ വഴിയാണ്. ആ വഴിയിലെ പ്രധാന വഴിയിൽ നിന്ന് തന്നെ പോലീസ് ആളുകളെ തടയുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളാണെങ്കിൽ ഇവിടേക്ക് കടത്തിവിടുകയും അവരുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസ് അനുവദിക്കുന്നുണ്ട്. പക്ഷേ പുറത്തു നിന്ന് വരുന്ന ആളുകൾക്ക് വലിയ നിയന്ത്രണമുണ്ട്. പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് പോലും വലിയ നിയന്ത്രണം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 50 മീറ്റർ അകലെ മാത്രമാണ് മാധ്യമങ്ങൾക്ക് ഒരു കൃത്യമായ സ്ഥാനം, അതായത് വടം കെട്ടി തടഞ്ഞിട്ടുണ്ട്. അവിടെ നിൽക്കാൻ മാത്രമേ അനുമതിയുള്ളൂ. അവരുടെ വീടിന്റെ പ്രധാന ഗേറ്റിനടുത്ത് പോലും നിൽക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. പുലർച്ചെ നമ്മൾ വരുമ്പോൾ ഈ കല്ലറയിൽ അടുത്തുപോയി ദൃശ്യങ്ങൾ എടുക്കാൻ പോലീസ് അനുവദിച്ചു. അതിനുശേഷം പുറത്തേക്ക് മാറണം എന്ന് പോലീസ് പറയുകയും ചെയ്തതാണ്. അത് അനുസരിച്ച് നമ്മൾ പുറത്തേക്ക് മാറുകയും ചെയ്തു. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ മാധ്യമങ്ങൾക്ക് പോലും ഏർപ്പെടുത്തുമ്പോൾ പൊതുജനങ്ങൾ ഇവിടേക്ക്, അല്ലെങ്കിൽ ഈ പ്രതിഷേധക്കാർ, അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്ക്, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന ആളുകളെ പോലീസ് വലിയ രീതിയിൽ തടയും. അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ രാവിലെ ഇവിടെ വരുമ്പോൾ ഒരു ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ ഏകദേശം 150ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. അത് പല സ്ഥലങ്ങളിലായിട്ടാണ്, വീടിന്റെ പല കോണുകളിലായി, വഴികളിൽ, വീടിന് ചുറ്റും 2 വഴികളുണ്ട്. ആ 2 വഴികളിലും പോലീസ് ഉദ്യോഗസ്ഥർ സാന്നിധ്യമുണ്ട്. അവിടെ നിന്ന് ആളുകളെ ഇവിടേക്ക് കടത്തിവിടില്ല. പ്രത്യേകിച്ച് ഈ കല്ലറയുള്ള സ്ഥലം പോലീസ് ടാർപ്പായി ഉപയോഗിച്ച് 4 ചുറ്റും കെട്ടി മറച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തായി ഒരു ഷെഡ് പോലെ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ ടേബിളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്കേതായാലും അറിയേണ്ടത് ഇവിടെ തന്നെയാണോ തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ പോസ്റ്റ്മോർട്ടം നടപടി ഇവിടെ തന്നെ ആകുമോ എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. നിലവിൽ എന്തായാലും നമുക്ക് അറിയാൻ കഴിയുക പൊളിക്കൽ നടപടി തുടങ്ങി എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കല്ലറ പൊളിച്ചു തുടങ്ങി എന്ന് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നു. എന്തായാലും അതിനുള്ള തൊഴിലാളികൾ നേരത്തെ തന്നെ ഇവിടേക്ക് വന്നതാണ്. ആ പൊളിക്കൽ നടപടി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അത് പൂർത്തിയാക്കും. കാരണം ഇത് നേരത്തെ ഉണ്ടാക്കിയ ഒരു മണ്ഡപം പോലെ ഒരു സംവിധാനമാണ്. അതിൻ്റെ മുകളിലെ സ്ലാബ് ഏറ്റവും ഒടുവിൽ അടയ്ക്കുകയും കോൺക്രീറ്റ് ഇട്ട് അത് ഉറപ്പിക്കുകയും ചെയ്തത് മാത്രമാണ്. അത് പൊളിക്കുന്നത് വലിയ ആയാസകരമായ ജോലിയല്ല. അത് കൃത്യമായി തന്നെ ചെയ്യാൻ സാധിക്കും. എന്തായാലും അത് പൊളിക്കുന്ന നടപടി തുടങ്ങി എന്നാണ് നമ്മളിപ്പോൾ അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം പുറത്തേക്ക് എടുക്കും. അതിനുശേഷം തൊട്ടപ്പുറത്തുള്ള ടേബിളിലേക്ക് മൃതദേഹം മാറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും ഇവിടെ ഒരു ആംബുലൻസ് എത്തിയിട്ടുണ്ട്. ആ ആംബുലൻസിൽ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകുമോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത നമുക്ക് വരേണ്ടതുണ്ട്. അല്പസമയത്തിൽ തന്നെ അത്തരം കാര്യങ്ങളിൽ വ്യക്തത വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും ഈ മകൻ പറഞ്ഞത് ഈ പിതാവിനെ ഈ മണ്ഡപത്തിൽ അതായത് പോസ്റ്റ്മോർട്ടം നടപടികൾ അവിടെ ആയിരിക്കുമെന്നാണല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. അത്തരത്തിൽ തന്നെയല്ലേ, അതോ അതിന് മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം പോലീസ് സർജനാണ് തീരുമാനിക്കുക. സാധാരണഗതിയിൽ ഈ കല്ലറ പൊളിക്കുമ്പോൾ അവിടെ തന്നെ വെച്ച് ഈ ആന്തരികാവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് അവിടെ തന്നെ മൃതദേഹം വീണ്ടും സംസ്കരിക്കുക എന്നുള്ള നടപടിയാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത്. നിലവിൽ എന്തായാലും അത് തന്നെയാണോ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം അതിനുള്ള സംവിധാനങ്ങൾ പോലീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ചെറിയ ഷെഡ് പോലെ ഒരു കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ ടേബിളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. വെള്ളം അവിടേക്ക് എത്തിക്കുന്നുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ആംബുലൻസും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിലവിൽ എന്തായാലും അത്തരം ആ കാര്യത്തിൽ ഒരു വ്യക്തത എന്തായാലും വരേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ CIയുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ CI പറഞ്ഞ കാര്യം ഇവിടെ തന്നെയാണോ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ അത് പോലീസ് സർജൻ വന്നതിന് ശേഷം അദ്ദേഹമാണ് തീരുമാനിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അത് സർജനായിരിക്കും തീരുമാനിക്കുക. നിലവിൽ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ള സംശയമാണ്. എന്തായാലും ഇവിടെ തന്നെയാണെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആന്തരികാവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കും. നേരത്തെ ഞാൻ കൊല്ലം കുണ്ടറയിലുണ്ടായ ഒരു സംഭവം പറഞ്ഞിരുന്നു. അന്ന് അവിടെ ചെയ്തത് അങ്ങനെ തന്നെയാണ്. കാരണം അത് ഏകദേശം ഒരു 6 മാസത്തോളം സമയമെടുത്ത ഒരു കല്ലറയാണ്. ആ കല്ലറ പൊളിച്ചപ്പോൾ അവിടെ തന്നെ വെച്ച് ആന്തരികാവയവങ്ങൾ ശേഖരിക്കുകയാണ് അന്ന് പോലീസ് സർജൻ ചെയ്തത്.